ബീറ്റസ് ദ എൽഡേഴ്സ് മെമ്പറും വേൾഡ് വൈഡ് ഹാൻഡ്സം എന്ന് അറിയപ്പെടുന്ന ജിന്നിന്റെ ലൈഫ് സ്റ്റോറിയാണ് ഇന്ന്. വെൽക്കം ബാക്ക് അലക്സ LV വ്ലോഗ്സ്. കിം സോൺ ജിൻ 1992 ഡിസംബർ 4 ജനിച്ചത്. ജിൻ ശരിക്കും ജനിച്ചത് അന്യാങ്ങിലാണ്, ഗ്യാജോണിൽ അല്ല. അന്യാങ്ങിന്റെ കിഴക്ക് ഭാഗത്താണ് ഗ്യാജോൺ സ്ഥിതി ചെയ്യുന്നത്. ജിൻ ജനിച്ച് 2-3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഗ്യാജോണിലേക്ക് താമസം മാറുന്നത്. ജിന്നിന്റെ കുട്ടിക്കാലത്തിന്റെ ഭൂരിഭാഗം വശവും അവരവിടെയാണ് താമസിച്ചത്. സോളിലേക്ക് പോകുന്ന 10 വർഷം മുമ്പ് വരെ അവർ ഗ്രാജുവാങ്ങിൽ ആണ് താമസിച്ചത്. ഡെബ്യൂട്ടിന്റെ തൊട്ട് മുമ്പ് വരെ ഫോട്ടോ എടുക്കാൻ തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയും കൂടിയായിരുന്നു ജിൻ. കാരണം ഫോട്ടോ എടുക്കുമ്പോൾ അനങ്ങാതെ ഇരിക്കാൻ ജിന്നിന് അറിയത്തില്ലായിരുന്നു. ജിന്നിന്റെ കുടുംബം കൃത്യമായിട്ടൊരു ഡെയിലി പ്ലാൻ ഫോളോ ചെയ്യുന്ന ഫാമിലി ആയിരുന്നു. രാവിലെ 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, 12 മണി മുതൽ 1 മണിക്ക് ഉള്ളിൽ ലഞ്ച്, രാത്രി 6 മണിക്ക് ഡിന്നർ. അതുകൊണ്ട് തന്നെ ബാൻഡിൽ ചേർന്നപ്പോൾ ഫുഡ് ടൈം തെറ്റുമ്പോൾ ജിന്നിന് വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ജിന്നിന്റെ അച്ഛനും അമ്മയും ഒരുമിച്ചിരുന്നായിരുന്നു ഭക്ഷണം കഴിക്കുക. ആ സമയത്തായിരുന്നു ജിൻ അമ്മയെ വിളിക്കുമായിരുന്നത്. ആ സമയത്ത് ജിൻ അമ്മയെ വിളിക്കുമ്പോൾ അച്ഛനുമായി സംസാരിക്കുമായിരുന്നു എന്ന് ജിൻ പറഞ്ഞിട്ടുണ്ട്. ജിന്നിന് വേറെ ഒരു നിബന്ധന കൂടി ഉണ്ടായിരുന്നു. രാത്രി 10 മണിക്ക് മുമ്പ് വീട്ടിൽ കയറണമായിരുന്നു. ജിൻ വളർന്ന് പ്രായപൂർത്തിയായ സമയത്ത് ആ നിബന്ധന തെറ്റിക്കാൻ തീരുമാനിച്ചു. രാത്രി 9:50 ആയപ്പോഴത്തേക്കും ജിന്നിന്റെ അമ്മ ജിന്നിനെ കോൾ ചെയ്തുവായിരുന്നു. നീ എന്താ ഇത്രയും നേരം വൈകിട്ട് വരാതെ എന്ന് ചോദിച്ചപ്പോൾ ജിന്നിന്റെ മറുപടി ഇതായിരുന്നു: ഞാൻ പ്രായപൂർത്തി ആയതുകൊണ്ട് നേരം വൈകി വരാൻ തീരുമാനിച്ചു എന്ന്. ജിന്നിന്റെ അമ്മ 10 മണിക്ക് മുമ്പ് വീട്ടിൽ കയറാൻ നിർബന്ധിക്കുകയും പിന്നീട് അങ്ങോട്ട് അത് ഫോളോ ചെയ്യേണ്ടിയും വന്നു. ജിന്നിന്റെ ചെറുപ്പകാലത്ത് ടിവിയിൽ കാർട്ടൂൺ കാണുന്ന സമയത്ത് നട്ടിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് കാർട്ടൂൺ കണ്ടിട്ടില്ലെങ്കിൽ ജിന്നിന്റെ അമ്മ TV ഓഫ് ആക്കുമായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു നല്ല ശീലം ഇപ്പോഴും ജിൻ തുടർന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജിന്നിന്റെ ഏതൊരു ഫോട്ടോ എടുത്തു നോക്കിയാലും നല്ല സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ജിൻ ഇരിക്കുക. ജിന്നിന്റെ അമ്മ ഒരു പക്ഷേ നല്ല അച്ചടക്ക ശീലമുള്ള ഒരാളായിരിക്കാം. ജിന്നിന്റെ വളരെ ചെറുപ്പകാലത്ത് തന്നെ ജിന്നിനെ വളരെ നല്ല അച്ചടക്കമുള്ള ഒരു കുട്ടിയായിട്ടാണ് വളർത്തിക്കൊണ്ടു വന്നത്. 2 ദിവസം കൂടുമ്പോൾ ജിൻ അമ്മയുടെ കൂടെ പലചരക്ക് കടയിൽ പോകുമായിരുന്നു. ജിന്നിന്റെ അച്ഛനും കുക്കിങ്ങിനോട് വളരെ താല്പര്യമുള്ള ഒരാളായിരുന്നു. ജിന്നിന്റെ അച്ഛൻ ആദ്യമായിട്ട് ജിന്നിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നത് ഓംപ്ലേറ്റ് ആണ്. ജിൻ എലിമെന്ററി സ്കൂളിൽ പഠിക്കുമ്പോൾ പല പ്രാവശ്യവും അച്ഛന് ഓംപ്ലേറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രതിഫലമായിട്ട് അച്ഛൻ പലപ്പോഴും പോക്കറ്റ് മണിയും കൊടുക്കുമായിരുന്നു. ജിന്നിന് കുക്കിങ്ങിനോട് ഇത്ര ഇഷ്ടം തോന്നാനുള്ള കാരണം ഇതായിരിക്കാം. ബീറ്റസ് മെമ്പേഴ്സിനോട് നിങ്ങളെ കൂട്ടത്തിൽ ആരാ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവരുടെ മറുപടി ജിൻ എന്നായിരുന്നു. ഫുഡിൽ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഒന്നും ചേർക്കാതെ അമിത ഉപ്പൊന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കുന്ന വ്യക്തിയും കൂടിയാണ് ജിൻ. ജിന്നിന് ഒരു മൂത്ത സഹോദരനും കൂടി ഉണ്ട്. ജിന്നിന്റെ സഹോദരൻ നല്ല രീതിക്ക് ജിന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബ്രദറും കൂടെയാണ്. ജിന്നിന്റെ ചെറുപ്പകാലത്ത് കിട്ടിയ ഏറ്റവും നല്ലൊരു സമ്മാനമായിരുന്നു ജിന്നിന്റെ അച്ഛനിൽ നിന്ന്. സാന്റാക്ലോസ് ശരിക്കും ഇല്ല എന്നും ജിന്നിന് സമ്മാനങ്ങൾ വാങ്ങി നൽകിയിരുന്നത് ജിന്നിന്റെ അച്ഛൻ തന്നെ ആയിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ജിൻ മിഡിൽ ക്ലാസ്സിലും ഹൈസ്കൂളിലും പഠിക്കുന്ന സമയത്ത് ജിന്നിന്റെ അമ്മാവിന്റെ കൃഷിസ്ഥലത്ത് പോയിട്ട് മത്തനും സ്ട്രോബെറിയും വളർത്താൻ സഹായിക്കുമായിരുന്നു. ജിൻ കുട്ടിക്കാലത്ത് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയും കൂടിയായിരുന്നു. സ്കൂളിന് ശേഷം ഫ്രണ്ട്സുമായി കളിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് ഹോംവർക്കും ചെയ്ത് കഴിഞ്ഞിട്ട് ഉറങ്ങൽ ആയിരുന്നു ജിന്നിന്റെ പതിവ്. ജിന്നുമായിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റുള്ള സുഹൃത്തുക്കൾ ജിന്നിന്റെ മിഡിൽ ക്ലാസ്സിൽ കൂടെ പഠിച്ചിട്ടുള്ള നാലംഗ സുഹൃത്തുക്കളാണ്. പിന്നീട് അവർ പല സ്കൂളുകളിലേക്ക് മാറിയാലും വെക്കേഷൻ ടൈം അവർ ഒരുമിച്ച് ചിലവഴിക്കുമായിരുന്നു. ജിന്നിന്റെ മിഡിൽ സ്കൂളും ഹൈസ്കൂളും ബോയ്സ് സ്കൂൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ 6 വർഷത്തോളം ജിന്നിന് ഗേൾസുമായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെൺ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ ജിൻ ഐ കോണ്ടാക്റ്റ് ഇല്ലാതെ ആയിരുന്നു സംസാരിക്കുക. പിന്നീട് നല്ലൊരു പെൺ സുഹൃത്ത് ഉള്ളത് കൊണ്ട് ജിൻ ഈ പ്രശ്നം ഓവർകം ചെയ്തിരുന്നു. എന്നാലും ആൺ സുഹൃത്തുക്കളോടാണ് കൂടുതൽ ജിൻ സംസാരിക്കുക. ഓട്ടം ഇഷ്ടപ്പെടുന്ന ജിന്ന് നീന്തലും ടെന്നീസും എന്നീ കായിക വിനോദങ്ങളും അച്ഛനിൽ നിന്ന് ഗോൾഫും പഠിച്ചിരുന്നു. ജിന്നിന്റെ അച്ഛൻ ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ജിന്നിനെ കൊണ്ട് ജപ്പാൻ, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾക്ക് ട്രിപ്പിന് കൊണ്ടുപോകുമായിരുന്നു. എന്നാൽ ആ സമയത്ത് യാത്രകൾക്ക് പോകാൻ ജിന്നിന് താല്പര്യമില്ലാത്തതുകൊണ്ട് അച്ഛൻ വിളിക്കുമ്പോൾ വിസമ്മതിക്കുമായിരുന്നു. ജിന്നും ജിന്നിന്റെ അച്ഛനും കൂടി ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. ഹീറ്ററുകൾ ഇല്ലാത്ത വീട്ടിലേക്കും വരുമാനം കുറവുള്ള കുടുംബങ്ങളിലേക്കും ചാർക്കോളുകൾ അയച്ചിരുന്നു. ഹൈസ്കൂളിന്റെ തുടക്കത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ആകണമെന്ന് ആയിരുന്നു ജിന്നിന്റെ ആഗ്രഹം. കാരണം സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ആൾക്കാരെ ഒരുപാട് സഹായിക്കണമെന്നായിരുന്നു ജിന്നിന്റെ ആഗ്രഹം. മിഡിൽ ക്ലാസ്സിൽ 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് കിങ് നാംഗിലിന്റെ ഒരു ഡ്രാമ കണ്ടതിന് ശേഷമാണ് ഒരു ആക്ടർ ആകണമെന്നുള്ള ആഗ്രഹം തോന്നി തുടങ്ങിയത് ജിന്നിന്.
അദ്ദേഹം ജിന്നിനെ ഒരുപാട് സ്പർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കൊങ്കുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടുകയും ഫിലിം തന്നെ മേജറായി സെലക്ട് ചെയ്യുകയും ചെയ്തത്. ജിൻ BTSൽ വരുന്നതിന് മുമ്പേ തന്നെ വലിയൊരു സമ്പന്നൻ ആയിരുന്നു. പിതാവ് ഒരു വലിയ കമ്പനിയുടെ CEO ആയിരുന്നു. ഓസ്ട്രേലിയയിൽ വിദേശത്ത് പഠിക്കാൻ പോലും അനുവദിച്ചിരുന്നു ജിന്നിനെ. BTSൽ ട്രെയിനി ആയിരുന്ന സമയത്ത് അതിലെ അംഗങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും വാങ്ങാൻ പണമില്ലാത്ത സമയത്ത് ജിൻ പോക്കറ്റ് മണിയായി നൽകുമായിരുന്നു. അവർക്ക് പുറത്തു പോകാൻ അവസരങ്ങൾ ലഭിക്കുമ്പോൾ ജിൻ സഹായിക്കുമായിരുന്നു. ഒരിക്കലും എൻ്റെ കയ്യിൽ ഇത്ര സ്വത്ത് ഉണ്ടെന്ന് പറഞ്ഞ അവരുടെ ഇടയിൽ ഒരിക്കലും പൊങ്ങച്ചം കാണിച്ചിട്ടില്ല ജിൻ. ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ തനിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നതുകൊണ്ട് BTSന്റെ ആദ്യകാല ചിലവുകൾ എല്ലാം സാമ്പത്തികമായിട്ട് ജിന്ന് സഹായിച്ചായിരുന്നു. ഇതൊക്കെ ഒരു ലീഡറിന്റെ ഉത്തരവാദിത്തമായിട്ട് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാം ആർമിനെ അറിയിക്കാൻ ജിന്നിന് താല്പര്യമില്ലായിരുന്നു. ഇതിനുവേണ്ടി പിതാവിന്റെ ക്രെഡിറ്റ് കാർഡുകൾ യൂസ് ചെയ്യാതെ ജിന്നിന് ലഭിച്ചിരുന്ന പോക്കറ്റ് മണിയും സേവിങ്സ് ഉപയോഗിച്ചാണ് BTSലെ ഓരോ അംഗങ്ങളെയും ജിൻ സഹായിച്ചത്. ജിന്നിന് ആദ്യം ഫാദറിന്റെ കമ്പനിയിൽ ചേരാനായിരുന്നു താല്പര്യം. ബാക്കി മെമ്പേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ബിഗ് ഹിറ്റിന്റെ ഒരു ഏജന്റ് മുഖാന്തരമാണ് ബിഗ് ഹിറ്റിന്റെ ഓഡീഷനിൽ പങ്കെടുക്കാൻ ജിൻ തീരുമാനിക്കുന്നത്. ഒരു സ്ട്രീറ്റിൽ വെച്ച് ബിഗ് ഹിറ്റിന്റെ ഏജന്റ് ജിന്നിനെ കാണുകയും ഓഡീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ജിന്നിനെ നിർദ്ദേശിക്കുകയും ചെയ്തു. ആദ്യം ജിൻ വിചാരിച്ചത് അതൊരു സ്കാം ആയിരിക്കുമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ജിൻ ആ കമ്പനിയെ ഫോളോ ചെയ്തിരുന്നില്ല. പിന്നീട് കുറെ കഴിഞ്ഞ ശേഷം ക്ലാസ് കഴിഞ്ഞ് വരുന്നത് ആ സ്റ്റാഫ് കാണുകയും ബിഗ് ഹിറ്റിന്റെ ഓഡീഷനിൽ പങ്കെടുക്കാൻ പിന്നീടും നിർദ്ദേശിക്കുകയും ചെയ്തു. അന്ന് ജിൻ ആക്ടിങ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സിംഗിങ്ങും ഡാൻസിങ്ങും ജിന്നിന് പരിചയമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കമ്പനീൻ്റെ വക ഒരു ആക്ടർ ആയിട്ടായിരുന്നു ഓഡീഷനിൽ പങ്കെടുത്തത്. പിന്നീട് BTSന്റെ ഭാഗമാകാൻ വേണ്ടി ബിഗ് ഹിറ്റിന്റെ ചുമതലക്കാർ ജിന്നിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. 2013 ജൂലൈ 11 BTSന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് സിംഗിൾ ആൽബമായിട്ടുള്ള ടു സ്കൂൾ ഫോർ സ്കൂൾ എന്നതിൽ നോ മോർ ഡ്രീമിൽ ഡബിൾ പെർഫോമൻസ് നടത്തി ജിൻ. 2016 BTSന്റെ ആൽബമായിട്ടുള്ള വിങ്സിലെ അവേക്ക് എന്ന സോളോ സിംഗ് പാടിയത് ജിന്നാണ്. ആ ട്രാക്ക് ഗാവൺ മ്യൂസിക് ചാർട്ടിൽ 31-ാം സ്ഥാനത്തും ബിൽബോർഡ് വേൾഡ് ഡിജിറ്റൽ സിംഗിൾ ചാർട്ടിൽ 6-ാം സ്ഥാനത്തും എത്തിയിരുന്നു. അതേ വർഷം ഡിസംബറിൽ ഈ സോങ്ങിന്റെ ക്രിസ്മസ് വേർഷനും ഇറക്കിയിരുന്നു സൗണ്ട് ക്ലൗഡിൽ. ജിന്നിന്റെ രണ്ടാമത്തെ സോളോ എഫിഫനിയാണ്. 2018 ഒക്ടോബർ 9 ലവ് യുവർ സെൽഫ് ആൻസറിന്റെ ട്രെയിലർ ആയിട്ടായിരുന്നു ആദ്യമായിട്ട് ഈ സോങ് പുറത്തിറങ്ങുന്നത്. ആ വർഷം തന്നെ ഓഗസ്റ്റ് 24 ഫുൾ സോങ്ങും ആൽബത്തിന്റെ ഭാഗമായിട്ട് പുറത്തിറക്കുകയും ചെയ്തിരുന്നു. ബിൽഡിംഗ് പോപ്പ് ഡ്രോപ്പ് മെലഡി എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സോങ്ങിന് ഗാവൺ മ്യൂസിക് ചാർട്ടിൽ 30-ാം സ്ഥാനത്തും സൗത്ത് കൊറിയയിലെ K-pop ടോപ്പ് 100 ചാർട്ടിൽ 5-ാം സ്ഥാനത്തും ബിൽബോർഡ് വേൾഡ് ഡിജിറ്റൽ സിംഗിൾ ചാർട്ടിൽ 4-ാം സ്ഥാനത്തും അന്ന് എത്തിയിരുന്നു ആ സോങ്. ഗാലോ കൊറി ശേഖരിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 2018 ദക്ഷിണ കൊറിയയിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന 11-ാം സ്ഥാനത്തുള്ള ഐഡൽ ആയിട്ട് ജിന്നിനെ തിരഞ്ഞെടുത്തായിരുന്നു. അതേ വർഷം ഒക്ടോബറിന് BTSലെ മറ്റ് അംഗങ്ങൾക്കും ജിന്നിനും കൂടിയിട്ട് സൗത്ത് കൊറിയൻ പ്രസിഡന്റ് നൽകുന്ന 5th ക്ലാസ് ഗാവൺ ഓർഡർ കൾച്ചർ മെറിറ്റ് അവാർഡും ലഭിച്ചിരുന്നു. 2018 ഡിസംബർ ജിന്നിന്റെ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് കൊറിയൻ ആനിമൽ ഹെൽത്ത് കെയർ അസോസിയേഷന് ഒരുപാട് സംഭാവനകൾ നൽകിയായിരുന്നു. ഭക്ഷണം, പുതപ്പ്, ഡിഷസ് തുടങ്ങിയ പല സാധനങ്ങൾ അന്ന് ജിൻ സംഭാവന നൽകിയായിരുന്നു. പെറ്റിനെ പരിപാലിക്കുക, കുക്കിംഗ്, ഗെയിമിംഗ്, സ്നോബോളിംഗ് ഒക്കെയാണ് ജിന്നിന്റെ പ്രധാനപ്പെട്ട ഹോബികൾ. 2020 ജിന്നിന്റെ 3ാമത്തെ സോളോ ആയിട്ടുള്ള മൂണും പുറത്തിറക്കിയിരുന്നു. ആ ട്രാക്ക് ഗാവൺ ഡിജിറ്റൽ മ്യൂസിക് ചാർട്ടിൽ 1ാമതായിട്ടും ബിൽബോർഡ് US വേൾഡ് ഡിജിറ്റൽ സിംഗിൾ ചാർട്ടിൽ 2ാമത് ആയിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജിൻ ഒരു പിയാനിസ്റ്റും അതോടുകൂടെ ഒരു ഗിറ്റാറിസ്റ്റും കൂടി ആണ്. ഐഡൽ കിങ് ഓഫ് കുക്കിംഗ് എന്ന ഷോയിൽ ഫൈനൽ എപ്പിസോഡിലേക്ക് പോകേണ്ട ആളും കൂടി ആയിരുന്നു ജിൻ. പക്ഷേ ഭയങ്കര ബിസി ഷെഡ്യൂൾസ് കാരണം അയാളുടെ സ്ഥാനം മറ്റൊരാളെ ഏറ്റെടുക്കുകയായിരുന്നു ചെയ്തത്. BTSന്റെ തുടക്കകാലത്ത് ജിന്നിനെ അറിയപ്പെട്ടിരുന്നത് Ctrl+V എന്ന് ആയിരുന്നു. വിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി ജിന്നായിരുന്നു. BTSൽ ജിൻ ട്രെയിനി ആയിരുന്ന സമയത്ത് ജങ്കുക്കിനെ എന്നും സ്കൂളിൽ കൊണ്ടേ വിടുകയും തൻ്റെ ഫാമിലിയിലേക്ക് ഡിന്നറിന് വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. BTSലെ മറ്റു മെമ്പേഴ്സിന്റെ അഭിപ്രായത്തിൽ ബെസ്റ്റ് ബോഡിയും ബെസ്റ്റ് ഫേസും ഉള്ളത് ജിന്നിനാണ്. സമ്പന്ന കുടുംബത്തിൽ ജനിച്ചിട്ടും ഒരുപാട് പരിഹാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ജിന്നിന്. ഡാൻസ് അറിയില്ല, പാട്ട് പാടാൻ അറിയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ജിന്നിനെ കളിയാക്കിയിട്ടുണ്ട്. അതോടുകൂടെ ഏജ് കൂടുതലാണെന്ന് പറഞ്ഞും കളിയാക്കിയിട്ടുണ്ട്. ഈ പരിഹാസങ്ങളെല്ലാം മറികടന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ഇന്ന് നമ്മൾ ജിൻ മാറിയിട്ടുണ്ട്. ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.